ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 2 kg വെയിറ്റ് വരുന്ന ഒരു 2 ടയർ കേക്കാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക, എന്നിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് 2 കപ്പ് മൈദ, 1 കപ്പ്. അടുത്തതായിട്ട് 2 കപ്പ് മൈദ, അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. രണ്ട് പ്രാവശ്യമായി പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തു. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലിട്ട് 6 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, 6 മുട്ട. അപ്പോൾ അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അടുത്തതായി 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മൈദ മിക്സ് ഈ ഒരു ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അല്പമായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വിസ്ക് വെച്ച് ഒരു സൈഡിലോട്ട് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ബാറ്റർ 8 ഇഞ്ചിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് 6 ഇഞ്ചിൻ്റെ മോഡൽ 2 ടയർ കേക്കിലപ്പോൾ 2 മോഡലായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ എയർ ബബിൾസ് ഒക്കെ ഇല്ലാതെ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഗ്യാസ് സ്റ്റോപ്പിലായാലും ഓവനിലായാലും ആദ്യം പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം അതിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം. 20 മിനിറ്റ് ആയാലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 കേക്കും ബേക്കായി വന്നിട്ടുണ്ട്. ഇത് 6 ഇഞ്ചിൻ്റെ മോഡൽ ഒഴിച്ച കേക്ക്, ഇത് 8 ഇഞ്ചിൻ്റെ കേക്കിന് 8 ഇഞ്ചിൻ്റെ പിന്നിൽ ഒഴിച്ച കേക്ക്. ഇത് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അത് ഫ്രോസ്റ്റിങ്ങിലേക്കിട്ട് കടക്കാം. ഇപ്പോൾ നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 2 കപ്പ് ക്രീമാണ് ഞാനിത് ചെയ്യാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1 ബീറ്ററിൻ്റെ 1 നമ്പറിൽ ഒരു 5 മിനിറ്റ് അടിക്കാം. ഇനി നമ്മൾ ഹൈ സ്പീഡിൽ ഒന്ന് 10 മിനിറ്റ് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം ബീറ്റായി കഴിഞ്ഞു. ഇനി നമുക്കത് കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കേക്കുകൾ നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് 6 ഇഞ്ചിൻ്റെ മോൾഡിലത്തെ കേക്ക്, ഇത് 8 ഇഞ്ചിൻ്റെ നമ്മൾ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഫസ്റ്റ് ഒരു ടേൺ ടേബിൾമേ ഒരു ബേസ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കേക്ക് അതിന് തെന്നി മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടേൺ ടേബിൾമേ ക്രീം സ്പ്രെഡ് ചെയ്ത് അടുത്തതായി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി കേക്കുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാ ഭാഗത്തോട്ടേക്കും ആക്കി കൊടുക്കാം. വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തെയും കവർ ചെയ്തതിന് ശേഷം സൈഡൊക്കെ നല്ല ക്ലീനായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സിനായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്ങിനായിട്ട് അടുത്ത് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഇനി എല്ലാ ലെയറുകളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ കേക്കുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ലെയറിൻ്റെ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇതുപോലെ 6 ഇഞ്ചിൻ്റെ മോൾഡിലുണ്ടാക്കിയ കേക്കും ക്രം കോട്ട് ചെയ്തെടുക്കാം. എല്ലാം സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. ഇനി അടുത്ത കേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഇനി അടുത്തതായിട്ട് ക്രീം കംപ്ലീറ്റ് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഫ്രോസ്റ്റിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാ ഭാഗത്തും ആദ്യം മുകൾ ഭാഗം ചെയ്തെടുക്കാം. അടുത്തതിൻ്റെ സൈഡുകൾ കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രീം കൊടുത്തതിന് ശേഷം നീറ്റായിട്ട് ചെയ്യാം.
നമ്മളെല്ലാ ഭാഗവും ക്രീം വെച്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു സ്ക്രാപ്പർ വെച്ച് ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു സ്ക്രാപ്പർ വെച്ച് നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ എല്ലാ ഭാഗവും ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ 2 കേക്കും റോസ്റ്റിംഗ് ചെയ്തെടുക്കണം. ഇനി ഇതിന് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു റെഡ് കളർ വെച്ച് നമുക്ക് ഒരു ബോർഡറാക്കി കൊടുക്കാം. അത് സ്പാച്ചിൽ വെച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് സ്പാച്ചിൽ വെച്ച് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളറ് ചേർത്ത് കൊടുത്തത്. വൈറ്റ് ക്രീമിൽ ജെൽ കളർ ആഡ് ചെയ്തിട്ടാണ് ഈ കളറ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാം. ഒരു സ്ക്രാപ്പർ വെച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡബിൾ ലെയറിൽ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഈ സ്പാച്ചിൽ വെച്ച് നമുക്കൊന്ന് ഈ ഒരു കേക്കിനെ ഡിസൈൻ ചെയ്തെടുക്കാം. താഴെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു രീതിയിൽ ജസ്റ്റ് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പ് മുകൾ ഭാഗം നമുക്ക് ഈ ഒരു സ്പാച്ചിൽ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ സ്പാച്ചിൽ മുകൾ ഭാഗം വെച്ചിട്ട് താഴത്തെ ടേൺ ടേബിൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളെ കയ്യിൽ വെച്ച് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൽ കേക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇനി അടുത്ത കേക്കും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത കേക്കും നമുക്ക് നേരത്തെ ചെയ്ത കേക്കിൻ്റെ രൂപത്തിൽ അടിയിൽ ഒരു ബോർഡർ കൊടുക്കാണ്ട് ഈ കളറ് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത സ്പാച്ചിൽ വെച്ച് എല്ലാ ഭാഗത്തേക്കും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്ക്രാപ്പർ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ സ്ക്രാപ്പർ വെച്ച് ഈ ഒരു നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാണ്. 2 കളറ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ ഈ കേക്കിൻ്റെ താഴെ ഈ സ്പാച്ച് വെച്ച് നമുക്ക് ഈ താഴെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാം. നമ്മൾ സ്പാച്ചിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴത്തെ ടേൺ ടേബിൾ നമ്മളെ കൈ വെച്ച് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മേൽപോട്ട് സ്പാച്ചില കൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കാം. നേരത്തെ കേക്ക് ചെയ്തതും ഈ ഒരു ഡിസൈൻ തന്നെയാണ്. രണ്ടും ഒരുപോലെ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രണ്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 കേക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് ഇനി 2 കേക്കും കൂടെ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് 2 ടയർ കേക്ക് അല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ കേക്ക് ഇതിന് വെച്ച് കൊടുക്കാം.
കേക്ക് രണ്ടും സെറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ സൈഡിലൊക്കെ നമുക്ക് ഫ്ലവർ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതാണ് കേക്ക്. ഇപ്പോൾ ഫ്രോസ്റ്റിങ് ചെയ്ത് നമ്മളെ കേക്ക് റെഡിയായി. 2 ടയർ കേക്ക്, 2 kg വെയിറ്റ് വരുന്ന കേക്കാണ്.